പ്രിയപ്പെട്ട മോമിനിങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരുപാട് കാലം പ്രവാസിയായി നാട്ടിലേക്ക് ലീവിന് വന്നതാ. ഖത്തറിൽ നിന്നും വന്ന് ഒരാഴ്ചയേ ആയുള്ളൂ. പടച്ചറബിന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു. വീട്ടിൽ നിന്നും കുഴഞ്ഞു വീണ് മരണപ്പെട്ടു. പടച്ചറബ് ഇതുപോലുള്ള മരണത്തെ തൊട്ട് നമ്മെ എല്ലാവരെയും കാക്കട്ടെ, ആമീൻ. ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നായി മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് എന്തിനാണ്? മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ്. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് ഇതുപോലുള്ള മരണത്തിൽ നിന്നും നമുക്ക് ഒരുപാട് മുക്തി ലഭിക്കും. ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തിൽ നിന്നും പടച്ചറബ് നമ്മളെയൊക്കെ കാക്കട്ടെ. നമ്മളെന്നും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടേയിരിക്കണം. നമ്മുടെയൊക്കെ മരണം എപ്പോഴാണ്, എവിടെ വെച്ചാണെന്നൊന്നും പറയാൻ പറ്റില്ല. ഇരുന്ന ഇരിപ്പിൽ മരണപ്പെടുക, ഉറക്കത്തിൽ മരണപ്പെടുക, ബസ്സിന് കാത്തു നിൽക്കുമ്പോൾ മരണപ്പെടുക, ഇതുപോലുള്ള മരണങ്ങളിൽ നിന്നൊക്കെ പടച്ചറബ് നമ്മളെയൊക്കെ കാക്കട്ടെ. മരണപ്പെട്ടിരിക്കുന്നത് വളപട്ടണം കണ്ണൂർ സിറ്റി മുസ്ലിം ലീഗിന്റെ സജീവ പ്രവർത്തകനും വളപട്ടണം ഖത്തർ കൂട്ടായ്മ മെമ്പറുമായ പണ്ടാരവളപ്പിൽ ജാഫർ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുകയാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം. അല്ലാഹു തആല ഇതുപോലുള്ള പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് നമ്മളെയൊക്കെ കാക്കട്ടെ. കണ്ണൂർ മണ്ഡലം മുസ്ലിം ലീഗ് SYS എന്നിവയുടെ പ്രസിഡന്റും വളപട്ടണം സുബുൽ സലാം മദ്രസ കനിവ് തുടങ്ങിയ എന്നിവയുടെ പ്രസിഡന്റുമായ PV താജുദ്ദീന്റെ സഹോദരനും പരേതനായ കമാൽ കുട്ടിയുടെയും റാബിയുടെയും മകനും മുസ്ലിം ലീഗ് സജീവ പ്രവർത്തകനുമായ വളപട്ടണം പണ്ടാരവളപ്പിൽ ജാഫർ വീട്ടിൽ കുഴഞ്ഞു വീണ് മരണപ്പെട്ടിരിക്കുകയാണ്. കണ്ണൂർ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പടച്ചവന്റെ വിളിക്ക് ഉത്തരം നൽകേണ്ടി വന്നു. ഒരാഴ്ച മുമ്പാണ് ഖത്തറിൽ നിന്നും നാട്ടിലേക്ക് അവധിക്കെത്തിയത്. ഭാര്യയും 2 മക്കളുമുണ്ട്. പടച്ചറബിന്റെ കാവലുണ്ടാകട്ടെ. ക്ഷമയും സമാധാനവും സഹനശക്തിയും റബ്ബ് നൽകട്ടെ. വളപട്ടണം മന്ന ഖബർസ്ഥാനിൽ ഖബറടക്കുമെന്നാണ് അറിയപ്പെട്ടത്. എല്ലാവരും അവർക്ക് വേണ്ടി ദുആ ചെയ്യുക. പ്രവാസിയാണ്. ഒരുപാട് കാലം പ്രവാസ ലോകത്ത് നിന്ന് ഒരാഴ്ചയായിട്ടുള്ളൂ വന്നിട്ട് മരണപ്പെട്ടിരിക്കുകയാണ്. അതാണ് പറഞ്ഞ് പെട്ടെന്നുള്ള മരണമാണ്. നമ്മളെപ്പോഴും മരണത്തിന് വേണ്ടി തയ്യാറെടുത്തുകൊണ്ടേയിരിക്കുക. മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമുക്കുണ്ടാകുന്ന മരണഭയത്തിൽ നിന്നും നമുക്ക് ഒരുപാട് മുക്തി ലഭിക്കും. അർഹമുറാഹിമായ റബ്ബേ, പടച്ചറബ്ബേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ. റബ്ബേ, ഈ മയ്യത്തിന്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റബ്ബേ. ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണേ റബ്ബേ. ഈ മയ്യത്തിന്റെ ചെറുതും വലുതുമായ പാപങ്ങൾ നീ പുറത്ത് ഖബറിടം നീ വിശാലമാക്കി കൊടുക്കണേ റബ്ബേ. ആഹിറം നീ വെളിച്ചമാക്കി കൊടുക്കണേ റബ്ബേ. മാഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് ഈ മയ്യത്തിനെ നീ കാക്കണേ റബ്ബേ. ഒരുപാട് നന്മ പ്രവർത്തികൾ ചെയ്ത മനുഷ്യനാണ് റബ്ബേ. ഇദ്ദേഹത്തിന് നീ സ്വർഗീയ പൂങ്കാവനം തുറന്നു കൊടുക്കണേ റബ്ബേ. പടച്ചറബ്ബേ, നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ പ്രവാസ ലോകത്താണ് റബ്ബേ. അവർക്കൊക്കെ നീ ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. ഉറ്റവരെയും ഉടയവരെയും വിട്ട് പ്രവാസ ലോകത്ത് ജീവിക്കുന്നവർക്ക് ആഫിയത്തും ആരോഗ്യവും നീ നൽകണേ റബ്ബേ. അർഹമുറാഹിമായ റബ്ബേ, ഒരുപാട് പേര് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നീ നൽകണേ റബ്ബേ. ഒരുപാട് പേര് നമ്മോട് ദുആ വസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബേ. അവർക്കൊക്കെ നീ പൂർണ്ണ ശിഫ നൽകണേ റബ്ബേ. ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാൻ പറ്റാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് രോഗികളുണ്ട് റബ്ബേ. അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണേ റബ്ബേ. പൂർണ്ണ ശിഫ നൽകണേ. നമ്മുടെ മക്കളെയൊക്കെ സ്വാലീങ്ങളിൽ ഉൾപ്പെടുത്തണേ റബ്ബേ. പഠിച്ച റബ്ബേ, എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണേ റബ്ബേ. നമ്മുടെ ജീവിതവും മരണവും നീ സന്തോഷത്തിലാക്കി തരണ റബ്ബേ. എല്ലാവരും ഈ മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യുക. മരിച്ച മയ്യത്താണ്. എല്ലാവരും പരസ്പരം ദുആ ചെയ്യുക. പറ്റുന്നവർ യാസീനും ഫാത്തിയും ഓതി ഹദിയ ചെയ്യുക. മരണപ്പെട്ടവർക്ക് മയ്യത്ത് നിസ്കരിക്കാൻ പറ്റുന്നവർ മയ്യത്ത് നിസ്കരിക്കുക.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.